ഞാനേ ഈ റീസെൻ്റ്ലി നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ പടം കണ്ടായിരുന്നേ, DSEറ എന്ന് പറഞ്ഞിട്ട്, ഹൊറർ മൂവി. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പഴയ ഒരു ഇൻസിഡൻറ്റ് ഓർമ്മ വന്നു. വേറെ ഒന്നല്ല, ഞാൻ പണ്ട് ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലാണ് ഞാൻ നഴ്സിംഗ് പഠിച്ചത്. അപ്പം അവിടെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഈ നിംഹാൻസ് ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് ഉണ്ട്. അത് സൈക്യാട്രിക് ഏരിയ ആണ്. സൈക്യാട്രിക് ആൻഡ് ന്യൂറോളജി ഹോസ്പിറ്റലാണ്. പക്ഷെ നമ്മൾ സൈക്യാട്രിയിൽ ഇതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്, എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ഈ ഓപ്പൺ മെയിൽ ഏരിയ, സെക്ഷൻ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പം ഒരു ഒരു പയ്യൻ അവൻ ഓടി ഇങ്ങ് വന്നിട്ട് എൻ്റെ കാലിലോട്ടങ്ങ് വീണ്. അപ്പം അവൻ്റെ പേര് വിശാൽ എന്നായിരുന്നു കേട്ടോ. അവൻ ഇങ്ങനെ കാലിലോട്ട് വീണിട്ട്, ഞാനിങ്ങനെ ഷൂസ് ഇട്ടേക്കുന്നത്, യൂണിഫോം വിത്ത് ഷൂസ്. അപ്പം ഈ ഷൂസിൻ്റെ മുകളിൽ ഈ പാദത്തേൽ അവനങ്ങോട്ട് കമന്ന് കിടന്നിട്ട് ഉമ്മാക്കാൻ തുടങ്ങി. കാലെല്ലാം നോക്കി ഞാനിങ്ങനെ ഷോക്ക് അടിച്ച് നിൽക്കുക, എന്താ നടക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും ആ പയ്യൻ്റെ ബ്രദറും അച്ഛനും ഒക്കെ കൂടെ ഓടി വന്നിട്ട് അവനെ പിടിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ നോക്കുക, എന്താ സിറ്റുവേഷൻ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നിട്ട് അവനെ പിടിച്ച് മാറ്റിക്കൊണ്ട് പോയി. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, അവർ മലയാളീസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, എന്താ സംഭവിച്ചു, എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇവനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, ഒരു പെങ്കൊച്ചുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഓക്കെ ആയിരുന്നു അവർ വീട്ടിൽ. അപ്പം അവൾ വന്നിട്ട് ഇവർ വീട്ടിൽ സംസാരിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ സംസാരിച്ചപ്പോൾ അവളുടെ വീട്ടിൽ അവളുടെ അച്ഛനൊക്കെ ഓക്കെ ആയിരുന്നില്ല. അവർ പറ്റത്തില്ലെന്ന് പറഞ്ഞു, ഭയങ്കര പ്രശ്നങ്ങളായി. അത് കഴിഞ്ഞിട്ട് പെങ്കൊച്ച് പിന്നെ ഗ്രാജുവലി മാറി, ഫാമിലി പ്രഷർ കാരണമായിരിക്കണം അവൾ ഗ്രാജുവലി മാറി. അപ്പം ഇവന് പിന്നെ അതങ്ങ് മാറി. അത് കഴിഞ്ഞ് പെങ്കൊച്ചിൻ്റെ കല്യാണവും കഴിഞ്ഞു പോയി. അപ്പോൾ അവളുടെ കല്യാണം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ അങ്ങോട്ട് ഭയങ്കര വിഷമമായിപ്പോയി. അവൻ പിന്നെ ആരോടും മിണ്ടുന്നില്ല, അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെയൊക്കെ ആയി. അപ്പം ഇവർ ഗ്രാജുവലി മാറും, അവൾ കല്യാണം കഴിഞ്ഞ് പോയതിൻ്റെ വിഷമത്തിലായിരിക്കും, ഗ്രാജുവലി മാറിക്കോളും എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവൻ അങ്ങോട്ട് ഭയങ്കര അപ്സെറ്റായി, ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിപ്പോയി ആൾ. പിന്നെ കാണുന്ന പെൺപിള്ളേരെയൊക്കെ ഇങ്ങനെ ഈ ഇപ്പോൾ കാണിക്കുന്ന പോലെ, ലൈക്ക് പൂജ എന്നായിരുന്നു ആ കൊച്ചിൻ്റെ പേര്. അപ്പോൾ പൂജ എന്ന് വിളിച്ചിട്ട് ഓടിച്ചെല്ലുക, കെട്ടിപ്പിടിക്കുക, ലവ് ലെറ്റർ കൊടുക്കുക, അങ്ങനെ പേപ്പറിൽ എഴുതി കൊടുക്കുക, അങ്ങനെയൊക്കെ ഓരോ ഇത് കാണിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർ പേടിച്ചു പോയി. അങ്ങനെയാണ് ഇവരിവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. ബി കെയർഫുൾ ഇൻ ചൂസിങ് പാർട്ട്ണർ ഇൻ ലൈഫ്, അല്ലെങ്കിൽ